നാമാവലികൾ ഉയർന്ന് അറിവായി മാറിയിടുന്നു, പ്രപഞ്ചവിജ്ഞാനമായി മാറുന്നു. ആധുനിക ശാസ്ത്രത്തിന്റെ ഒക്കെ പ്രപഞ്ചവിജ്ഞാനം ഈ നാമരൂപ വിജ്ഞാനമാണ്. അവർക്ക് വസ്തു എന്തെന്ന് പിടികിട്ടുന്നേയില്ല, പിടികിട്ടിയിട്ടില്ല. പുറമേ അന്വേഷിച്ചാൽ ഇനിയൊട്ട് പിടി കിട്ടുകയുമില്ല. ഇക്കാര്യമാണ് ഗുരുദേവൻ അതിമനോഹരമായി 61-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. ഇങ്ങനെ ഈ ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെടുന്ന ആളുകൾ ചിലർ പറയുന്നുണ്ട്, ഈ പരമാത്മതത്വമൊന്നും നമുക്ക് വേണ്ട, ബ്രഹ്മമൊന്നും നമുക്ക് വേണ്ട, നമുക്ക് സ്വല്പം നാമങ്ങളോ ഭക്തിയോ ഒക്കെ മതി. അതും ഗുരുദേവൻ പറയുകയാണ്, പരവശനായി പരതത്വം. 62-ാമത്തെ പദ്യം. പരവശനായി പരതത്വം എന്റെതെന്നോർക്കരുത്. പരവശനായി പരതത്വം എന്റെതെന്നോർക്കരുതെന്നു കഥിപ്പതൊന്നിനാലേ വരും അറിവേതു. വരാ കഥിപ്പതാലേ പരമപദം പരിചിന്ത ചെയ്തിടേണം. പരവശനായി ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട്, അഥവാ ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന കാഴ്ചകൾക്ക് വശപ്പെട്ട്. പരവശൻ, സ്വാതന്ത്ര്യമില്ല, മറ്റുള്ളവ കാണിക്കുന്ന കാഴ്ചകളിൽ മോഹബദ്ധനാവുന്നു. പരവശനായി പരതത്വം എന്റെതെന്നോർക്കരുത്. ചിലർ പറയുന്നു അവർക്ക് ഇന്ദ്രിയ വിഷയങ്ങളോടാണ് താല്പര്യം. എന്തിനാണ് ഈ സാറിങ്ങനെ ഇവിടെ എപ്പോഴും ബ്രഹ്മം, ബോധം അതൊക്കെ പറയുന്നത്? നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ സന്തോഷം, ആരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിലർക്ക് ചില ചില്ലറ അഭിപ്രായങ്ങളുണ്ട്. ആരും ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഇതൊന്നും പറയാതെ ഈ പരതത്വം വിവരിക്കാൻ പറ്റില്ല. ഈ ശാസ്ത്രമാണ്. ഇതല്ലാതെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു ഈശ്വരവിശ്വാസമൊന്നുമല്ല. പരവശനായി ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന വിഷയങ്ങൾക്കും വശനായി, അവയിൽ മോഹബദ്ധനായി, പരതത്വം എന്റെതെന്നോർക്കരുത്. അതൊന്നും വേണ്ട. പരതത്വം എന്താ? ഗുരുദേവന് അറിയാമേ, ചിലരിങ്ങനെയൊക്കെ പറയുമെന്നറിയാം. പരതത്വം എന്റെതെന്നോർക്കരുത്. പരതത്വം, ബ്രഹ്മതത്വം, പരമാത്മതത്വം, ഞാൻ അതാണ് എന്നോർക്കരുത്. അതൊന്നും നമുക്ക് വേണ്ട. ഞാൻ ബ്രഹ്മമാണ്. ഞാൻ ചിലർക്ക് പേടിയാണ്, പേടി. കോവിലുകളൊക്കെ പേടി, ഭയന്ന് വിറയ്ക്കുകയാണ്. ഞാൻ ഈശ്വരനാണെന്ന് പറയാൻ പേടി. നല്ല തന്റെ ഇടം വേണം. ഞാൻ ഈശ്വരനാണെന്നത് സത്യം. പറഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെ. ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും സത്യം സത്യമാണ്. നമ്മളൊക്കെ ഈശ്വരതത്വമാണ്, ബോധതത്വമാണ്, ബ്രഹ്മതത്വമാണ്. അതാരും അങ്ങനെ പറയണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ പറഞ്ഞനുഭവിക്കുക, അത്രേ ഉള്ളൂ. ചിലര് അത് നിഷേധിക്കുക കൂടി ചെയ്യുന്നു. വേണ്ട വേണ്ട, അയ്യോ അതൊക്കെ കൊള്ളാം, നമ്മൾ ഈശ്വരനാണെന്ന് പറയാനോ? പോയില്ലേ, സംഗതി മുഴുവൻ അപകടമായില്ലേ? ഇവിടെ പാവം കിടന്ന് സൂക്കേട് പിടിച്ച് കിടന്ന് ഉരുളുന്നയാള് ഈശ്വരനാണെന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതെ, അവര് ജഡമോഹികൾ. അവർ താൻ ജഡമാണെന്ന് ധരിക്കുന്നവരാണ്. പരവശനായി പരതത്വം എന്റെതെന്നോർക്കരുത് എന്നു കഥിപ്പതാലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വരും അറിവേത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അറിവേത് ജഡത്തെക്കുറിച്ചുള്ള അറിവ്. നാളെ ഇല്ലാതാകാൻ പോകുന്ന ജഡത്തെക്കുറിച്ചുള്ള അറിവ്. വരും അറിവേത്. അതുകൊണ്ട് വരുന്ന അറിവേതാണ് ഞാൻ ശരീരമാണ്. അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഇതൊക്കെ ഉള്ളതാണ്. ഇവിടെ കാണുന്ന ഈ ജഡങ്ങളൊക്കെ സത്യമാണ്. ആ അറിവാണ് പ്രപഞ്ചവിജ്ഞാനം. അതാണ് കിട്ടുന്നത്.
അതുകൊണ്ട് കിട്ടുന്നതുകൊണ്ട് ആർക്കെന്ത് ഗുണം? വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ, ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്സിലും മറ്റും ഇന്ന് ലോകത്ത് സകലരെയും അത്ഭുതപ്പെടുത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് ഇടയ്ക്ക് ഡൽഹിയിൽ വന്നത്, സ്റ്റീഫൻ ഹോക്കിൻസ്. അദ്ദേഹം നെർവെല്ലാം തളർന്ന് ദയാപാത്രമായി വീൽ ചെയറിൽ ചുറ്റി നടക്കുന്നു. അദ്ദേഹത്തിന് ധീരതയുണ്ടോ? ഞാൻ ഈശ്വരനാണ്. ആരെങ്കിലും ചോദിച്ചാൽ, എടോ ഞാൻ ഈ ജഡമല്ല, ഈ വീലിലൊക്കെ ചുറ്റി നിന്നൊക്കെ നടക്കും, അതൊക്കെ ജഡത്തിന്റെ ഏർപ്പാട്, അത് നടക്കട്ടെ. പക്ഷെ ഞാൻ ഇതല്ല, എനിക്കൊരു സൂക്കേടുമില്ല, എന്നെ ഒരു സൂക്കേടും ബാധിച്ചിട്ടുമില്ല, ഇനി ബാധിക്കുകയുമില്ല. ഞാൻ അതീവ സന്തുഷ്ടൻ, സംതൃപ്തൻ എന്നീ സ്റ്റീഫൻ ഹോക്കിൻസിന് പറയാൻ പറ്റുമോ? പിന്നെന്തിനാ ഫിസിക്സിൽ ഏറ്റവും വലിയ ആളായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഡൽഹിയിൽ വന്നിട്ട് പോയത്. ഇതൊക്കെ മനസ്സിലാക്കാതെ ഈ സാർ ഫിസിക്സിനെ കുറിച്ചൊക്കെ എന്തിനു പറയുന്നു, കെമിസ്ട്രിയെ കുറിച്ചൊക്കെ എന്തിനു പറയുന്നു, അതുകൊണ്ടൊന്നും ഒരു വിശേഷമില്ല, അതൊക്കെ പറയാതെ ഒരു രക്ഷയുമില്ല. അതിനെയൊക്കെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പറയുക. ആരെയും ആക്ഷേപിക്കാനോ ഒന്നിനെയും മോശമാക്കാനോ അല്ല നമ്മൾ ശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ സൂചിപ്പിക്കുന്നത്. ഒന്നുമല്ല. അവയൊക്കെ കുറെ ഉപകരണങ്ങളെ ഉണ്ടാക്കിത്തരും, ജീവിതത്തിൽ സ്വസ്ഥത തരാൻ അവയ്ക്കൊന്നും സാധ്യമേ അല്ല. അതാണ് ഗുരുദേവൻ പറയുന്നത്, പരവശനായി ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് പരതത്വം എന്റെതെന്ന്. എന്ത് ലളിതമായ പദ്യങ്ങളാണെന്ന് ഓർക്കണം. പരതത്വം എന്റെതെന്നും നോർക്കരുത്. അങ്ങനെയൊന്നും പാടില്ല. ഞാൻ ബ്രഹ്മമാണെന്നൊന്നും വിചാരിക്കണ്ട, അതൊക്കെ അഹങ്കാരമാണ്. ബ്രഹ്മമാണെന്നൊക്കെ വിചാരിച്ചു പോയാൽ അഹങ്കാരമാണ്. ഓർക്കരുതെന്നു കഥിപ്പതൊന്നിനാലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വരും അറിവേത്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അറിവ് എന്താണ്? ഇപ്പൊ ഇത് അതിമഹാനായ ഈ ഫിസിക്സ് ശാസ്ത്രജ്ഞൻ തന്നെ കുറച്ചു ദിവസം കൂടെ ജീവിക്കും, മരിക്കും. എന്തറിവ് അദ്ദേഹത്തിന് കിട്ടി? അദ്ദേഹത്തിന്റെ ജീവിതത്തിന് സ്വസ്ഥത കൊടുക്കാവുന്ന എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ? യാതൊരു അറിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറയുന്നത്, ഫിസിക്സിന്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു, അവയ്ക്കൊന്നും നമ്മെ രക്ഷിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ എന്താ നമുക്കൂടെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ പരവശനായി പരതത്വം എന്റെതെന്നോർക്കരുതെന്നു കഥിപ്പതൊന്നിനാലേ അപ്പുറത്തോട്ട് മാറാൻ തയ്യാറില്ല. ബ്രഹ്മമെന്നുള്ളത് ചെവി പൊത്തുകയാണ്. അയ്യോ, ഇതിനേക്കാളൊരു പാതകൻ ഇനി വല്ലതുമുണ്ടോ? ഞാൻ ഈശ്വരനാണെന്നൊക്കെ പറയുന്നതിനേക്കാൾ ഒരു പാപം. ഓർക്കരുതെന്നു കഥിപ്പതൊന്നിനാലേ വരും അറിവേത്. വരാ കഥിപ്പതാലേ പരമസത്യം. പറച്ചിൽ കൊണ്ടുമൊന്നും മാത്രം കിട്ടില്ല. കുറെ അത് പറഞ്ഞതുകൊണ്ടോ ഇത് പറഞ്ഞതുകൊണ്ടോ കുറെ നാമജപം കൊണ്ടോ കൃത്രിമമായ നാമജപം കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ ഒന്നും പരമതത്വം കിട്ടില്ല. ഒരു കർമ്മം കൊണ്ടും കിട്ടില്ല. കർമ്മം കൊണ്ടൊന്നും ബ്രഹ്മതത്വം കിട്ടില്ല. ശാസ്ത്രീയമായി വിചാരം ചെയ്യുക. വരും അറിവേതു വരാ കഥിപ്പതാലയെ. കഥിപ്പതാലയെ ആ സത്യം കിട്ടില്ല. വരാ ആ അറിവ് വരാ. പിന്നെ എന്തു വേണം? പരമപദം പരിചിന്ത ചെയ്തിടണം. ശാസ്ത്രീയമായി പരമപദം, ഈ ജഗത്തിന്റെ പരമകാരണം, ഈ ജഗത്തിന്റെ സത്യം എന്തെന്ന് ശാസ്ത്രീയമായി വിചാരം ചെയ്തുറപ്പിക്കണം. ശാസ്ത്രീയമായ വിചാരത്തിന് പല പല മാർഗങ്ങളുണ്ട്. വളരെ എളുപ്പമായ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പരിചിന്ത ചെയ്തുറപ്പിക്കാൻ ഞങ്ങൾക്കൊക്കെ കഴിയുമോ സാർ? ഏത് കുഞ്ഞിനും കഴിയും. എന്താ? നമ്മളൊരു കാര്യം പറയുന്നു, ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു
അതാണ് സത്യം. നമ്മിലൊക്കെ ഉണ്ടല്ലോ ഏത് വസ്തുവാണ്? അതാണ് ബോധം. ഞാനുണ്ട് എന്നനുഭവിക്കുന്ന വസ്തു. ഒന്ന് ശാസ്ത്രീയമായ, ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്കട്ടെ. ബോധം അതാണ് ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു. അതൊരിക്കലും ഇല്ല എന്നനുഭവിക്കുന്നില്ല. ഞാനില്ല എന്നനുഭവിക്കാൻ പറ്റുമോ? ഞാനില്ല എന്നനുഭവിക്കണമെങ്കിൽ ഞാൻ വേണമല്ലോ. പിന്നെ എങ്ങനെ ഞാനില്ല എന്നനുഭവിക്കുക? ഇത്ര സ്പഷ്ടം ഉണ്ട് എന്ന് മാത്രം അനുഭവമുള്ള ബോധം ഞാൻ, അതാണ് സത്യം. പിന്നെ അനുഭവതലത്തിൽ മാറാതെ നിൽക്കുന്ന വസ്തു. നിങ്ങൾ എന്ത് വേണോ അനുഭവിച്ചോളൂ, പക്ഷേ ബോധമില്ലയോ അനുഭവമില്ല. മറ്റൊക്കെ മാറും, നാമങ്ങൾ മാറും, രൂപങ്ങൾ മാറും. ഇത് സൂര്യനാണെന്ന് അനുഭവിക്കുന്നു. ആരനുഭവിക്കുന്നു? ബോധം ഞാൻ അനുഭവിക്കുന്നു. ഇത് സൂര്യനാണ്. ആ സൂര്യനുമൊക്കെ മാറിപ്പോവാം. അടുത്തത് ഇത് ചന്ദ്രനാണ് എന്നനുഭവിക്കുന്നു. പക്ഷേ ഈ ഞാനിന് മാറ്റമില്ല. ബോധമില്ലാതെ അനുഭവമേ സാധ്യമല്ല. അപ്പോ ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു അനുഭവതലത്തിൽ എവിടെയും മാറാതെ നിൽക്കുന്ന വസ്തു, അതാണ് സത്യം. ഇത് മനസ്സിലാക്കാൻ ഇനി വലിയ പാണ്ഡിത്യമൊക്കെ വേണോ? ലാബറട്ടറി ഒന്നും വേണ്ട. ഒക്കെ നമ്മൾ തന്നെയാണ് ലാബറട്ടറി. അനുഭവതലത്തിൽ എവിടെയും നിങ്ങൾ എന്ത് വേണോ അനുഭവിച്ചോളൂ. ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന വസ്തുവേദ, അതാണ് സത്യം. അവിടെ മാറി മാറിപ്പോകുന്നതൊക്കെ നാമരൂപങ്ങൾ. അവ എങ്ങനെ സത്യമാവാൻ പറ്റും? അവ ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചു കഴിഞ്ഞില്ലാതാകുന്നു. അതുകൊണ്ട് പരമപദം പരിചിന്ത ചെയ്തിടണം. ഞാൻ ഈ പറയുന്നത് പരമപദം പരിചിന്ത ചെയ്യാനുള്ള മാർഗമാണ്. എന്താ പരമപദം? ബോധമാണ് പരമപദം, പരമസത്യം. ഈ ജഗത്തിന്റെ പരമകാരണം. എന്തുകൊണ്ട്? ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല. എത്ര ലളിതം! ഏത് കുഞ്ഞിനും മനസ്സിലാവും. അപ്പോ അതൊരു യുക്തി. ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല. ഇതാണ് പരിചിന്ത. ചിന്ത ചെയ്ത് നോക്കുക. ബോധമില്ലാത്തിടത്ത് വല്ലയിടത്തും ജഗത്തുണ്ടാകാൻ പറ്റുമോ എന്നൊന്ന് അന്വേഷിച്ചു നോക്കുക. അനുഭവതലത്തിൽ മാറാതെ നിൽക്കുന്ന ഒരേ ഒരു വസ്തു ബോധം മാത്രം. ചിന്തിച്ചു നോക്കുക. മാറാതെ നിൽക്കുന്ന വേറെ വല്ല വസ്തുവുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. മനസ്സില്ലേ സാർ? മനസ്സ് നിമിഷം പ്രതി മാറി വരുന്ന ഒരു പ്രതിഭാസമാണ്. ചിന്തയും വികാരങ്ങളും. അതാണോ മാറാതെ നിൽക്കുന്നത്? അപ്പോ ഉണ്ട്. ഈ മൂന്ന് ചിന്താപ്രകാരം ഞാനിപ്പോ പറയാം. ഒന്ന്, ഉണ്ട് എന്നനുഭവമുള്ള വസ്തു. രണ്ട്, അനുഭവതലത്തിൽ എവിടെയും മാറാതെ നിൽക്കുന്ന വസ്തു. മൂന്ന്, ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല. ഈ യുക്തി, ഇത് മൂന്നും ചിന്തിച്ചു നോക്കുക. വേറെ നിരവധി ചിന്താ പദ്ധതികൾ വേദാന്ത ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ തന്നെ ഗീതയിൽ പല ചിന്താ പദ്ധതികളും പറയുന്നുണ്ട്. ദൃഗ്ദൃശ്യ വിവേകം, പിന്നെ അന്തർമുഖമായ സത്യാന്വേഷണം. ഇതൊക്കെ ഗീതയും മറ്റു പുസ്തകങ്ങളും വായിച്ച് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ തന്നെ ഓർമ്മിക്കുമെങ്കിൽ വ്യക്തമായി സത്യം തെളിയും. കൂടുതൽ വേണമെങ്കിൽ വേദാന്ത ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകളൊക്കെ വായിച്ചു നോക്കുക. ഒരു പ്രയാസവുമില്ലാതെ തെളിയും. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഗുരുദേവൻ പരമപദം പരിചിന്ത ചെയ്തിടണം. വസ്തുബോധോ വിചാരേണ, ശാസ്ത്രവിചാരം കൊണ്ട് മാത്രമേ സത്യം തെളിയൂ. ന കിഞ്ചിത് കർമ്മ കോടിഭിः
കോടിക്കണക്കിന് കർമ്മം ചെയ്താലും വസ്തു തെളിയില്ല. മറ്റൊക്കെ കർമ്മമാണ്. ശാസ്ത്രീയമായ ചിന്ത ഒഴിച്ചുള്ളതെല്ലാം കർമ്മം. പൂജകളെല്ലാം കർമ്മം, ഉപാസനകളൊക്കെ കർമ്മം, നാമജപങ്ങളൊക്കെ കർമ്മം. അതുകൊണ്ടൊന്നും വസ്തു തെളിയില്ല. അതൊക്കെ നടക്കട്ടെ, ഒന്നും വേണ്ടെന്ന് വെക്കേണ്ടതാണ്. പക്ഷേ ഈ ശാസ്ത്രീയ ചിന്ത കൂടി കൂട്ടിച്ചേർക്കുക, ലളിതമായ ശാസ്ത്രീയ ചിന്ത. അതിനുവേണ്ടിയാണ് ഗുരുദേവൻ പരമപദം പരിചിന്ത ചെയ്തിടേണം, പരവശനായി പരതത്വമെന്തതെന്നോർക്കരുത്ത് എന്നു കഥിപ്പതൊന്നിനാലേ വരുമറിവേത് വരാ കഥിപ്പതാലേ പരമപദം പരിചിന്ത ചെയ്തിടേണം. അത് ശരി. ഈ പരമപദം പരിചിന്ത ചെയ്ത് ഉറപ്പുവരുത്തിയ ഒരു ജ്ഞാനിയുടെ അനുഭവം എങ്ങനെയാണ്? അതാണ് 63-ാമത്തെ പദ്യം. അറിവിലിരുന്ന് അപരത്വം അറിഞ്ഞിടാതെ അറിവിനെയിങ്ങറിയുന്നതെന്നിയെ താൻ പരവശനായ അറിവിയില്ല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. അതെ, അറിവിലിരുന്ന് ആ പണ്ഡിതൻ, സത്യം കണ്ടയാൾ, സത്യം അനുഭവിക്കുന്നയാൾ, അദ്ദേഹം സദാ അറിവിൽ തന്നെ വർത്തിക്കുകയാണ്. അതായത് ബോധത്തിൽ തന്നെ എന്ന് പറഞ്ഞാലോ, ഞാനും ഈ ജഗത്തും ബോധം മാത്രമാണ് എന്ന അനുഭവത്തിൽ കഴിയുന്നു. അറിവിലിരുന്ന് അപരത്വം അറിഞ്ഞിടാതെ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന വിഷയങ്ങളോ തന്നെ ബന്ധിക്കാതെ അവയൊന്നും അദ്ദേഹം അനുഭവിക്കുന്നില്ല. അദ്ദേഹം ബ്രഹ്മത്തെ മാത്രം അനുഭവിക്കുന്നു. അറിവിലിരുന്ന് അപരത്വം അറിഞ്ഞിടാതെ, അപരത്വം ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന വിഷയങ്ങളും, ഈ അറിവിനെ അറിയുന്നതെന്നിയേ, ഇത് പൂർണ്ണം, അത് പൂർണ്ണം, ഇത് ബ്രഹ്മം, പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഇത് പൂർണ്ണം, അത് പൂർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്രഹ്മം, അത് ബ്രഹ്മം. ബ്രഹ്മം മാത്രമേ ഇവിടെ പൂർണ്ണമായ വസ്തുവുള്ളൂ, മറ്റതൊക്കെ അപൂർണങ്ങളാണ്. അപ്പോൾ അറിവിലിരുന്ന് അദ്ദേഹം സ്വയം ബ്രഹ്മമായി മാറി അപരത്വം അറിഞ്ഞിടാതെ, വേറൊന്നുണ്ടെന്ന് ചിന്തിക്കാതെ, മറ്റൊരു വസ്തു, ജഡവസ്തു ഉണ്ടെന്ന് ചിന്തിക്കാതെ, ഈ അറിവിനെ, ഈ ബോധത്തെ, ഈ ബ്രഹ്മത്തെ അറിയുന്നതെന്നിയേ, അറിയുക എന്നതൊഴിച്ച് താൻ പരവശനായ അറിവിയില്ല. താൻ ഒരിക്കലും ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് പുറ വിഷയങ്ങളെ അറിയുന്നേയില്ല. എന്തുകൊണ്ട്? അഭ്യസിച്ചപ്പോൾ തന്നെ ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇങ്ങനെയാണ് അഭ്യസിച്ചത്. അത് അനുഭവപ്പെട്ടപ്പോഴോ ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. പൂർണ്ണമായും അനുഭവപ്പെടും, പൂർണ്ണമായും സൂര്യതുല്യം അനുഭവപ്പെടും. ഈ ജഡങ്ങളൊന്നുമില്ല, ഇല്ലേ ഇല്ല. പിന്നെ കണ്ണ് രൂപത്തെ കാണുന്നതോ അത് വെറും ഭ്രമം. മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് പോലെ മരുഭൂമിയേ ഉള്ളൂ, ഇല്ലാത്ത കാനൽ ജലം ഇല്ലേ ഇല്ല. അതുപോലെ ഇന്ദ്രിയ വിഷയങ്ങൾ ഇല്ലേ ഇല്ല, ഉപകരണങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. അപ്പോ അറിവിലിരുന്ന് അപരത്വം അറിഞ്ഞിടാതെ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയെ താൻ പരവശനായ അറിവിയില്ല. പരവശനായി അദ്ദേഹം ഒന്നും അറിയുന്നില്ല. പരവശനായി ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് അദ്ദേഹം ഒന്നിനെയും അറിയുന്നില്ല. പരവശനായ അറിവിയില്ല. പക്ഷെ ഗുരുദേവൻ തന്നെ പറയുന്നു, പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. പക്ഷെ ഒരു പണ്ഡിതന്റെ പരമരഹസ്യമായ ഈ അനുഭവം ആരാണ് അറിയുന്നത്?
ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഇങ്ങനെ ഒരു മുണ്ട് കൊളുത്ത് തോർത്തുകൊണ്ട് ഇങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടന്നു. അവിടെ പോയി ശിവപ്രതിഷ്ഠ നടത്തുന്നു, ഇവിടെ പോയി വേണ്ടാത്ത കല്യാണങ്ങളും ഒക്കെ മുടക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മിശ്രഭോജനത്തെ പ്രേരിപ്പിക്കുന്നു. ഇതൊക്കെ എന്താ? ഇതൊക്കെ ബ്രഹ്മനിഷ്ഠയാണോ? അതെ, ഇതൊക്കെ ബ്രഹ്മനിഷ്ഠയാണ്. അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നു. ശരീരം പ്രാരബ്ധവശാൽ എങ്ങനെയൊക്കെയോ ചലിക്കുന്നു. പക്ഷെ അദ്ദേഹം ആ ശരീരത്തിൽ പോലും ബ്രഹ്മത്തെ അല്ലാതെ മറ്റൊന്നും അനുഭവിക്കുന്നില്ല. ഇതിപ്പോ എങ്ങനെ? അത് മറ്റുള്ളവർക്ക് അറിയാനൊക്കെ ഇല്ല. അത് അവനവൻ തന്നെ അനുഭവിച്ചു നോക്കണം. ഭേദചിന്തകളും രാഗദ്വേഷവും ഒക്കെ വിട്ടിട്ട് ബ്രഹ്മാനുഭവം സ്വയം നേടി ഈ രഹസ്യം അനുഭവിച്ചറിയണം. പുറത്തു നിൽക്കുന്നയാൾ എപ്പോഴും ഒരു സ്ഥിതപ്രജ്ഞന്റെ പോലും ശരീരചലനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. വാസ്തവത്തിൽ സ്ഥിതപ്രജ്ഞന് ഈ ശരീരവുമായി ഒരു ബന്ധവുമില്ല. എങ്ങും നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്ന ബ്രഹ്മമാണ് താനെന്ന് അനുഭവിക്കുന്നയാൾക്ക് ശരീരവുമായി പിന്നെ എന്ത് ബന്ധം ഉണ്ടെന്ന് തോന്നി ജീർണിച്ച് നശിക്കുന്നു. അതതിന്റെ ഗതി തുടരും. ഏത് ജീവൻ മുക്തന്റെയും ശരീരം ശരീരത്തിൻ്റെതായ ഗതി ജീർണിച്ച് നശിക്കുക തുടരും. ഗുരുദേവനും അസാധാരണ വേദനയുള്ള രോഗമൊക്കെ വന്നു. ഒടുവിൽ ഇതൊക്കെ ഓരോരുത്തർ കണ്ടിട്ട് ഇത്രയും വളരെ രോഗം കൊണ്ടൊക്കെ ക്ലേശിപ്പിക്കുന്ന ആളാണോ സ്ഥിതപ്രജ്ഞൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഗുരുദേവൻ പറയുന്നത്. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാര് പാർത്തിടുന്നു. ഈ സൂക്കേടൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴും സൂക്കേട് പിടിച്ചിരിക്കുന്ന ഈ ശരീരത്തുമായി എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ അഖണ്ഡവും നിശ്ചലവും ആനന്ദഘനവുമായ ബോധമാണ് എന്നാണ് ഒരു സ്ഥിതപ്രജ്ഞന്റെ അനുഭവം. ആ സ്ഥിതപ്രജ്ഞന്റെ അനുഭവമാണ് അറിവിലിരുന്ന് അപരത്വമാർന്നിടാത്ത ഈ അറിവിനെ അറിയുന്നതെന്നിയെ താൻ സ്വയം താൻ അറിവായി ഭവിച്ച് മറ്റൊന്നുണ്ടെന്ന തോന്നൽ പോലുമില്ലാതെ അപരത്വമാർന്നിടാതെ ഈ അറിവിനെ അറിയുന്നതെന്നിയെ താൻ ഈ ബ്രഹ്മത്തെ തന്നെ സർവത്ര കണ്ട് അറിയുക എന്നതൊഴിച്ച് പരവശനായ അറിവില്ല. ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടൊരിക്കലും ഈ ജഗത്തിനെ അദ്ദേഹം കാണുന്നില്ല. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാര് പാർത്തിടുന്നു. ഒരു പണ്ഡിതൻ ബ്രഹ്മജ്ഞാനി. പണ്ടാന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനം ഉള്ള ആളാണ് പണ്ഡിതൻ. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാര് പാർത്തിടുന്നു. അദ്ദേഹത്തിന്റെ ശരീരചലനങ്ങൾ മാത്രം നോക്കിക്കാണുന്ന ഒരാൾക്ക് ഇതെങ്ങനെ പിടികിട്ടാനാണ്? അദ്ദേഹത്തിന് ഈ ശരീരവുമായി ബ്രഹ്മാനുഭവം നേടിയ നിമിഷം മുതൽ യാതൊരു ബന്ധവുമില്ല. യാതൊരു ബന്ധവും. എന്താ വേദാന്തത്തിൽ ഇതിന് ചിലർ ദൃഷ്ടാന്തമായി പറയുന്നത് പാമ്പ് ചട്ട കഴറ്റിക്കളയുമല്ലോ. തന്റെ പാർപ്പിടത്തിൽ ചട്ട കഴറ്റി കളയുന്നു പാമ്പ്. ആ ചട്ടയെ പിന്നെ പാമ്പ് തിരിഞ്ഞു നോക്കാറേയില്ല. അതുപോലാണ് ഒരു ബ്രഹ്മനിഷ്ഠൻ സ്വാനുഭവം നേടിക്കഴിഞ്ഞാൽ ഈ ശരീരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറേയില്ല. ഇതിനെന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിനൊന്നുമില്ല. അതോടയിൽ വീഴട്ടെ, അല്ലെങ്കിൽ നടുറോഡിൽ വീഴട്ടെ, വിദ്യാരണ്യസ്വാമികൾ പറയും പോലെ അത് തറയിൽ കിടന്ന് പിടഞ്ഞു മരിക്കട്ടെ, അല്ലെങ്കിൽ പിടയാതെ ഇരുന്ന് സമാധിയാവട്ടെ, എല്ലാം അദ്ദേഹത്തിന് തുല്യം. അതിനെന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിനൊന്നുമില്ല. ശരീരമില്ല, ബ്രഹ്മം മാത്രം. ജഡമില്ല. ജഡം എന്നേക്കുമായി അസ്തമിച്ചിരിക്കുന്നു. ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇത് സൂര്യതുല്യം അനുഭവിക്കുന്ന ആളാണ് ഒരു സ്ഥിതപ്രജ്ഞൻ.
പക്ഷേ പണ്ഡിതൻ തൻ പരമരഹസ്യം, പണ്ഡിതന്റെ ഈ പരമരഹസ്യം ആര് പാർത്തിടുന്നു മറ്റാർക്കറിയാൻ കഴിയും? ഇവിടെ നേടാതെ, ഇവിടെ എത്താതെ ഒരു ജീവിയും ദുഃഖത്തിൽ നിന്നും കാര്യമായി മോചിക്കാൻ പോകുന്നില്ല. എങ്ങനെ മോചിക്കും? സുഖം അല്ലേ എല്ലാവർക്കും വേണ്ടത്? ആനന്ദം. ആ ആനന്ദം ആത്മാവിന്റെ മാത്രം സ്വരൂപം. മറ്റൊരിടത്തും ആനന്ദമില്ല. ഈ ആനന്ദം അനുഭവിക്കാനുള്ള മാർഗമോ അത്യന്തം ലളിതം. ഭേദചിന്ത ഉപേക്ഷിക്കുക, എല്ലാം ബ്രഹ്മമെന്നുറപ്പിക്കുക, രാഗദ്വേഷങ്ങൾ വിടുക. അതാണ് ഗുരുദേവൻ വളരെ ലളിതമായി മനോഹരമായി ഈ പദ്യങ്ങളിലെല്ലാം വിവരിക്കുന്നത്. നമുക്ക് ഇന്നിവിടെ നിർത്താം. ആത്മോപദേശതകം ഇനി കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ. അത് തീരുന്നതുവരെ എന്തായാലും ദിവസവും ഉള്ള ക്ലാസ് ഉണ്ടാകും ഇവിടെ. നാളെ 5:30 മുതൽ 6:30 വരെ ക്ലാസ് ഉണ്ടാകും. നമുക്ക് തുടർന്ന് പോവാം. പറ്റുന്നിടത്തോളം ഒക്കെ ഭഗവാൻ അനുവദിക്കുന്നിടത്തോളം ഈ പുസ്തകമൊക്കെ ഇങ്ങനെ CD-യാക്കി കേരളത്തിൽ എന്നും പ്രചരിപ്പിക്കാൻ ഒരവസരം ചിലപ്പോൾ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതാർക്ക് തരാൻ കഴിയും? അതുകൊണ്ട് നമുക്ക് നാളെ 5:30 കൂടാം. പരമാവധി അല്പാൽപമായിട്ടെങ്കിലും ആത്മാവിന്റെ മറമാറ്റൽ തുടരുക. എത്തുന്നിടത്ത് എത്തട്ടെ. അതിന് ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.